നമുക്ക് ദേഷ്യം വരുമ്പോഴോ പേടി തോന്നുമ്പോഴോ നമ്മുടെ ശ്വാസഗതി വേഗത്തിലാകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മൾ വളരെ ശാന്തമായിരിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം വളരെ സാവധാനത്തിലായിരിക്കും. ഇതിനർത്ഥം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും നമ്മുടെ ശ്വാസവും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമുള്ള വഴി ശ്വാസത്തെ നിയന്ത്രിക്കുക എന്നതാണ്. ഇതിനെയാണ് നമ്മുടെ പൂർവികർ പ്രാണായാമം എന്ന് വിളിച്ചത്. വെറുമൊരു ശ്വാസകോശ വ്യായാമത്തിനപ്പുറം പ്രാണായാമത്തിന് പിന്നിലുള്ള ആധികാരികവും ശാസ്ത്രീയവുമായ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലരും വിചാരിക്കുന്നത് പ്രാണായാമം എന്നാൽ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ഒരു പ്രക്രിയ മാത്രമാണെന്നാണ്. എന്നാൽ പ്രാണ, ആയാമം എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് പ്രാണായാമം ഉണ്ടായത്. പ്രാണൻ എന്നാൽ ജീവവായു മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള കോസ്മിക് എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജീവോർജം എന്നാണ് അർത്ഥം. ആയാമം എന്നാൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നാണ്. അതായത് ശരീരത്തിലെ ജീവോർജത്തെ ശ്വാസത്തിലൂടെ നിയന്ത്രിക്കുന്ന ശാസ്ത്രമാണ് പ്രാണായാമം. പതഞ്ജലി മഹർഷി തൻ്റെ യോഗസൂത്രത്തിലെ നാലാമത്തെ പടിയായിട്ട് പ്രാണായാമത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ആസനസിദ്ധി കൈവരിച്ചതിനു ശേഷം ശ്വാസത്തിൻ്റെയും പ്രശ്വാസത്തിൻ്റെയും സ്വാഭാവികമായ ഗതിയെ ബോധപൂർവം നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. ഇനി പ്രാണായാമത്തിൻ്റെ ശാസ്ത്രീയ വശം നോക്കാം. മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്: സിമ്പതറ്റിക് സിസ്റ്റം, പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഇതിൽ സിമ്പതറ്റിക് സിസ്റ്റം എന്നാൽ നമ്മളിൽ സ്ട്രെസ്സ്, പേടി, ദേഷ്യം എന്നിവ ഉണ്ടാക്കുന്നതാണ്. പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ശാന്തമാക്കാനും വിശ്രമിക്കാനും സഹായിക്കുന്നു. നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ശ്വാസം സാവധാനത്തിൽ പുറത്തേക്ക് വിടുമ്പോൾ, അത് നമ്മുടെ ശരീരത്തെ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തെ ഉണർത്തുകയും ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പലതരം പ്രാണായാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന 3 പ്രധാനപ്പെട്ട പ്രാണായാമങ്ങളെ പരിചയപ്പെടാം. ഒന്ന് നാഡീശുദ്ധി പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, ഭ്രമരി പ്രാണായാമം. ഇതിൽ നാഡീശുദ്ധി പ്രാണായാമം ഇടത് വലത് മൂക്കുകളിലൂടെ മാറി മാറി ശ്വാസമെടുക്കുന്ന രീതിയാണ്. നമ്മുടെ ശരീരത്തിലെ ഇട, പിംഗല എന്നീ നാഡികളെ ഇത് സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ഏകാഗ്രത നൽകാനും ഇത് ഉത്തമമാണ്. ഭസ്ത്രിക പ്രാണായാമം നോക്കാം. വേഗത്തിൽ ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്ന രീതിയാണിത്. ഇത് ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ്റെ അളവ് കൂട്ടുന്നു. ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുവാനും ഇത് സഹായിക്കും. ഭ്രമരി പ്രാണായാമം ചെവികൾ അടച്ചുപിടിച്ച് വണ്ടിൻ്റെ നാദം പോലെ ശബ്ദമുണ്ടാക്കി ശ്വാസം പുറത്തുവിടുന്ന രീതിയാണ് ഭ്രമരി പ്രാണായാമം. പേരിൽ നിന്നും വ്യക്തമാണല്ലോ അത്. ഈ ശബ്ദതരംഗങ്ങൾ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥിയെ ഉണർത്തുകയും മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നല്ല ഉറക്കം കിട്ടാനും കടുത്ത ഉത്കണ്ഠ മാറാനും ഇത് ദിവ്യൌഷധമാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ ചില നിയമങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും വെറും വയറ്റിൽ പ്രാണായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. നട്ടെല്ല് എപ്പോഴും നേരെയാക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. ശ്വാസം ബലം പ്രയോഗിച്ച് വലിച്ചു പിടിക്കരുത്. ഇത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. പിന്നെ ഹൃദ്രോഗമുള്ളവരും ഗർഭിണികളും ആരോഗ്യ പ്രശ്നമുള്ളവരും ഒരു യോഗ വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ. ഹരി ഓം.